2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് UAE-യിൽ ഉണ്ടാകും. അബുദാബിയിലെ അഖിലൻ മോദി പരിപാടിയിൽ ഇന്ത്യൻ സമൂഹത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. അബുദാബി ഹിന്ദു ക്ഷേത്രം നാളെ വിശ്വാസികൾക്ക് തുറന്നുകൊടുക്കും. അബുദാബി സായി സ്റ്റേഡിയത്തിൽ നിന്ന് അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UAE സന്ദർശനം ഇന്ന് ആരംഭിക്കും. അധികാരം ഏറ്റെടുത്തതിന് ശേഷമുള്ള 7ാമത്തെ UAE സന്ദർശനത്തിനായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് UAE-യിലെത്തുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി അദ്ദേഹം UAE-യിലെത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അൽബത്തീൻ വിമാനത്താവളത്തിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വലിയ തോതിൽ സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് രാജ്യം. 2015-ലായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ UAE സന്ദർശനം. അത് 34 വർഷത്തിന് ശേഷമായിരുന്നു ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി UAE-യിലെത്തിയിരുന്നത്. പിന്നീട് 2018, 2019, 2022 വർഷങ്ങളിൽ ഓരോ തവണയും 2023-ൽ 2 തവണയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE സന്ദർശിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രി ഏറ്റവും കൂടുതൽ സന്ദർശനം നടത്തിയ വിദേശ രാജ്യങ്ങളിൽ ഒന്ന് UAE ആണ്. നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടെ ഇന്ത്യ UAE തമ്മിലുള്ള സാംസ്കാരിക വാണിജ്യ വിനിമയങ്ങളിൽ വലിയ തോതിലുള്ള വളർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഉൾപ്പെടെയുള്ള നിരവധി പ്രധാനപ്പെട്ട കരാറുകൾ ഒപ്പിട്ടതും നടപ്പാക്കിയതും ഈ കഴിഞ്ഞ വർഷങ്ങളിലാണ്. വിവിധ മേഖലകളിൽ നമുക്കറിയാം, UAE-ക്ക് വിവിധ മേഖലകളിൽ ഇന്ത്യയിൽ തന്നെ ശക്തമായ വ്യാപാര നിക്ഷേപമുള്ള രാജ്യമാണ്. 53 ശതകോടി ഡോളറിൻ്റെ ഉഭയകക്ഷി വ്യാപാരം 5 വർഷത്തിനുള്ളിൽ $100 ബില്യൺ വളരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ 3 തവണ ഇന്ത്യയിലെത്തിയിട്ടുണ്ട്. 2016, 2017 വർഷങ്ങളിലാണ് ഇപ്പോഴത്തെ UAE പ്രസിഡന്റ് ഇന്ത്യയിലെത്തിയിട്ടുള്ളത്. ഇതിൽ 2017-ൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഇന്ത്യയുടെ റിപ്പബ്ലിക്കിൻ്റെ മുഖ്യ അതിഥിയായാണ് എത്തിയത്. നിരവധി തവണ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായും ഇന്ത്യയുമായും സഹോദര തുല്യമായ ഒരു ബന്ധമാണ് ഉള്ളത് എന്ന് ഭരണകർത്താക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2019-ൽ UAE പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പരമോന്നത ബഹുമതി നൽകി ആദരിക്കുകയും ചെയ്തിരുന്നു. UAE രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദിൻ്റെ പേരിലുള്ള പരമോന്നത മെഡലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അന്ന് കൈമാറിയത്. UAE-യുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് ഇന്ത്യയെ വിശേഷിപ്പിച്ചുകൊണ്ടാണ് UAE പ്രസിഡന്റ് അന്ന് ഈ ഒരു സമ്മാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകിയത്. അതോടൊപ്പം തന്നെ കോവിഡ് മഹാമാരിയുടെ കാലത്തും ഇരു രാജ്യങ്ങളും തമ്മിൽ വിവിധ വിഷയങ്ങളിൽ സഹകരിക്കുന്നത് നമ്മൾ കണ്ടു. ഇത്തരത്തിൽ വലിയ തോതിലുള്ള സഹകരണം UAE-യുമായി തുടരുകയാണ്. ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന നിലയിൽ UAE വളർന്നു കഴിഞ്ഞതും ഈ ഏതാനും ചില വർഷങ്ങളിലാണ് എന്ന് തന്നെ നമുക്ക് പറയാം. ഇന്ന് വൈകിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അബുദാബി ഷെയ്ഖ് സായിദ് സ്റ്റേഡിയത്തിലാണ്. ഇന്ന് ഇവിടെ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. 65,000-ഓളം ആളുകൾ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായി ഇതിനോടകം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 150ഓളം പ്രവാസി സംഘടനകളുടെയും 800ഓളം കലാകാരന്മാരുടെയും നേതൃത്വത്തിലുള്ള കലാസന്ധി ഉൾപ്പെടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാപ്രകടനങ്ങൾ ആസ്വദിക്കാനുള്ള അവസരം ഉൾപ്പെടെ ഒരുക്കിക്കൊണ്ടാണ് ഈ ഒരു പരിപാടി ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിക്ക് ഇന്നും നാളെയും ഉള്ള പരിപാടികൾ നോക്കുകയാണെങ്കിൽ പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ശിലാക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇനി പങ്കെടുക്കാനുള്ളത്. നാളെയാണ് അതിനുള്ള ഒരു ഉദ്ഘാടനം നടക്കുക. അതോടൊപ്പം തന്നെ ദുബായിൽ നടക്കുന്ന ലോക സർക്കാർ ഉച്ചകോടിയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. നാളെ ഉച്ചയ്ക്ക് ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക സർക്കാർ ഉച്ചകോടിയിൽ പങ്കെടുക്കുക. ഇത്തരത്തിൽ നിരവധി പരിപാടികളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് UAE-യിലുള്ളത്. പ്രവാസികളെല്ലാം തന്നെ വലിയ പ്രതീക്ഷയോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ ഒരു സന്ദർശനത്തെ ഉറ്റുനോക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു അബുദാബി ഷെയ്ഖ് സായിദ് സ്റ്റേഡിയത്തിൽ എന്തൊക്കെ പ്രഖ്യാപനങ്ങളായിരിക്കും പ്രവാസികൾക്കായി ഉണ്ടാവുക എന്നതിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇവിടെയുള്ള പ്രവാസ സമൂഹം. 65,000-ഓളം ആളുകളാണ് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായി ഇതിനോടകം തന്നെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. UAE-യിലെ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തറിലേക്കായിരിക്കും യാത്ര തിരിക്കുക. 2 ദിവസം അദ്ദേഹം ഖത്തറിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE-യിലെത്തും. എന്തായാലും പ്രധാനമന്ത്രിയുടെ സന്ദർശനം UAE-യിൽ വലിയൊരു സംഭവമാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.